അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിന്റെ 14 ജില്ലകളിലും കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായിട്ട് സഞ്ചരിച്ച് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിച്ച് മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ പരിഹാരം എവിടെ, എന്താണ് ജീവിതത്തിന്റെ സമൂലമായ ഒരു മാറ്റത്തിന്റെ അടിസ്ഥാനം എന്നുള്ള എല്ലാമുള്ള സന്ദേശങ്ങളെ നമ്മുടെ ഈ കൊച്ചു കേരളത്തോട് പലപ്പോഴും ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഇന്ന് പ്രഭാതം മുതൽ പത്തനംതിട്ടയിൽ കടമ്മനിട്ടയുടെ വിവിധ പ്രദേശങ്ങളെയൊക്കെയായിട്ട് നിങ്ങളുമായിട്ട് ഈ സന്ദേശവുമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. വളരെ അനുഗ്രഹീതമായ മലയോരങ്ങളും മലയിടുക്കുകളും അരുവികളും പുഴകളും ഒക്കെയായിട്ട് പ്രകൃതിയുടെ ആശിഷം ഏറ്റുവാങ്ങിയ, അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഒരു മനോഹാരിതയേറിയ ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. കേരളത്തിന്റെ അകത്ത് ഏറ്റവും നല്ല ശുദ്ധവായു എവിടെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ പോലും ഒറ്റവാക്ക് അത് പത്തനംതിട്ട ജില്ല എന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഇന്നയുടെ ഈ സമകാലിക ലോകത്തേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ദിനംതോറും പത്രമാധ്യമങ്ങൾക്കകത്തുകൂടി കാണുവാൻ കഴിയുന്ന, നവമാധ്യമങ്ങൾക്കകത്തുകൂടി നമുക്ക് കാണുവാൻ കഴിയുന്ന, നമ്മുടെ മനസ്സിന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിവിധയിനം കാര്യങ്ങൾ തന്നെ നമ്മളെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൊച്ചു കേരളം അനുഗ്രഹീതമായ നാടാണ്. കവിവരന്മാർ തൻ തൂലിക ചലിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് അടർന്നു വീണ കവിതാ ശകലങ്ങളൊക്കെ നമ്മൾ അഭിമാനത്തോടുകൂടി നെഞ്ചിലേറ്റിയ ഒരു കൂട്ടം സമൂഹമാണ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചുടുചോര നമുക്ക് ഞരമ്പുകളിൽ എന്നൊക്കെ കവിവരന്മാർ എഴുതി വെച്ചത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ മനോഹരിതയെ നോക്കിക്കണ്ടുകൊണ്ട് തന്നെയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഭാരതത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന 38,863 ചതുരശ്ര കിലോമീറ്ററുകൾ വിസ്തൃതിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന നമ്മുടെ കൊച്ചു കേരളം വടക്ക് സഖ്യപർവ്വതവും ഇങ്ങു പടിഞ്ഞാറ് അറബിക്കടലുമൊക്കെയായിട്ട് അനുഗ്രഹീതമായ ഭൂനിരപ്പുകളുള്ള ഭൂതല പശ്ചാത്തലങ്ങളുടെ നമ്മുടെ കൊച്ചു കേരളം, മലനാടും ഇടനാടും കടൽ മക്കളുടെ തീരപ്രദേശവും സമതലങ്ങളും അങ്ങനെ എണ്ണിയാൽ പറഞ്ഞു തീരാത്ത ഭൂവിശേഷതയുള്ള നമ്മുടെ കൊച്ചു കേരളം, അതിരപ്പള്ളിയും മൂന്നാറും ആലപ്പുഴയും കുട്ടനാടും കുമരകവും കേരളത്തിന്റെ മനോഹാരിതകളും സൗന്ദര്യങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അതിശിരാ കേന്ദ്രങ്ങളും ഒക്കെ എത്രയെത്ര വർണ്ണിച്ചാലും നമുക്ക് മതിവരാത്തത് തന്നെയാണ്. കേരളത്തിന്റെ അഭിമാനം അങ്ങ് വാനോളം ഉയർന്നു നിൽക്കുന്ന, ലോകത്തിൽ തന്നെ യശസ്സുയർത്തിപ്പിടിക്കുന്ന, വളരെ അഭിമാനം കൊള്ളുവാനുള്ളൊരു നാട് തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത്. വൈദേശിക രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ കേരളത്തിന്റെ അകത്തേക്ക് വിനോദസഞ്ചാരികൾ കടന്നു വരുമ്പോൾ അവരുടെ മനസ്സിന്റെ അകത്തെ ആദ്യം ഓടിയെത്തുന്ന ഒരു വാക്ക് ഇതാണ്: ദൈവത്തിന്റെ സ്വന്തം നാടെന്ന കേരളം. പക്ഷേ ഇന്നയുടെ മാത്രയിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ, ഈ സമകാലിക ലോകത്തിന്റെ അകത്തേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ സൗന്ദര്യത്തെയും നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അഭിമാനത്തെയും എല്ലാം താറുമാറാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അനീതികളും ഉച്ചനീചത്വങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നത് തന്നെയാണ്. ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് മംഗളവും മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും ദീപികയും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പലപ്പോഴും അത് മുറിപ്പെടുത്തുന്നുണ്ട്. കാരണം ഇന്നയുടെ ഈ മാത്രയിൽ നമ്മുടെ ഉമ്മറപ്പടിക്കകത്ത് വന്നു വീഴുന്ന പത്രത്താളുകൾക്കകത്ത് നമ്മൾ ദിനംതോറും കാണുന്ന വാർത്തകൾ അക്രമത്തിന്റെയും അനീതിയുടെയും കൊലപാതകത്തിന്റെയും ഉച്ചനീചത്തിന്റെയും ഒക്കെ വലിയൊരു പട്ടിക തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അങ്ങനെ സൗന്ദര്യത്തിലും സാമുദായിക, സാമൂഹിക, രാഷ്ട്രീയ പശ്ചാത്തലത്തിലുമൊക്കെ ഉയർന്ന് അതിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കൊച്ചു കേരളത്തിന്റെ ഒരു വശം അവിടെ നിൽക്കുമ്പോൾ തന്നെ മറുവശത്തേക്ക് ഒന്ന് മടങ്ങി തിരിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന യശസ്സിന്റെ അപ്പുറമായിട്ട് നമ്മുടെ കേരളത്തെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അക്രമങ്ങളുടെയും അനീതിയുടെയും ഒക്കെ വാർത്തകൾ തന്നെയാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ പഠനത്തിനു വേണ്ടിയൊക്കെ കലാലയങ്ങളിലേക്ക് മടങ്ങിവിട്ടു. പക്ഷേ കലാലയ ജീവിതത്തിന്റെ അകത്തേക്ക് നമ്മൾ വളരെ സ്വപ്നത്തോടുകൂടിയും പ്രതീക്ഷകളോടൊക്കെ കൂടിയും നിറപ്പ് കിട്ടാറുന്ന വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് പുത്തൻ ബാഗും പുത്തൻ കൊടയും പുത്തൻ ഷൂസും ഒക്കെ ധരിപ്പിച്ച് പറഞ്ഞയക്കുന്ന നമ്മുടെ കൊച്ചുബാല്യങ്ങൾ
എന്നാൽ ചില നാളുകൾക്കപ്പുറമായിട്ട് അവരുടെ ജീവിതത്തിന്റെ അകത്ത് കടന്നുകൂടുന്ന മദ്യം, മയക്കുമരുന്ന്, ലഹരി തുടങ്ങിയ അവരുടെ ബാല്യകാലത്തിന്റെ സ്വപ്നങ്ങളെ തച്ചുടച്ചു കളയുന്ന മാഫിയകൾ അവരുടെ ജീവിതത്തിന്റെ അകത്ത് കടന്നു കയറി അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഭാവിയുടെ സ്വപ്നങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലത്തിന്റെ അകത്തേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളവും വന്നെത്തി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സങ്കടമുണ്ട് പ്രിയമുള്ളവരെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടുത്ത് നിലകൊള്ളുന്ന കടകളുടെ മുൻപിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകൾ വായിക്കുമ്പോൾ അത് ഇപ്രകാരമാണ്: 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില വസ്തുക്കൾ നൽകി കൊടുക്കുന്നതല്ല, പക്ഷേ അവരെ വേട്ടയാടുവാൻ, അവരെ നശിപ്പിച്ചു കളയുവാൻ, അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനേകം ലഹരി ലോബികൾ തന്നെ പിന്നാമ്പുറങ്ങളിൽ, പിന്നണികളിൽ പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് ഇന്നയുടെ നവമാധ്യമങ്ങൾക്കകത്തുകൂടി നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. മദ്യപിച്ച് മതോന്മത്തനായി സിന്തറ്റിക് ലഹരികൾ പോലുള്ള രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് സ്വന്തം അപ്പനെയും അമ്മയെയും, ജന്മം കൊടുത്ത അപ്പനെയും അമ്മയെയും മറന്നുകളഞ്ഞ് സ്വന്തം സഹോദരനെയും സഹോദരിയെയും തിരിച്ചറിയാതെ സ്വന്തം ഭാര്യയെ പോലും കൂട്ടുകാരന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ അകത്തേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളം അതമ്പതിച്ചു കഴിഞ്ഞു. എന്താണ് ഇവിടെ? രാഷ്ട്രീയ, മത, സാമുദായിക സംഹിതകൾ ഇല്ലാത്തത് കൊണ്ടാണോ? നമുക്ക് നല്ലൊരു നീതിപീഠമില്ലേ? നല്ലൊരു നീതിന്യായ കോടതിയില്ലേ? രാവെന്നും പകലെന്നുമില്ലാതെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരില്ലേ? രോഗം വന്നാൽ ചികിത്സിക്കുവാൻ വേണ്ടി നല്ല മൾട്ടി ലെവൽ ഹോസ്പിറ്റലുകളില്ലേ? അതിന്റെ അകത്ത് ഉന്നത വിദ്യാഭ്യാസമുള്ള, ഉന്നത കഴിവുള്ള ഡോക്ടർമാരില്ലേ? എന്തിനേറെ പറയണം, ആശുപത്രിയുടെ വരാന്തയ്ക്കകത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ സ്നേഹത്തോടും ആദരവോടും കൂടി നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ അസുഖം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് നമ്മളെ പരിചരിക്കുവാൻ ഭൂമിയിലെ മാലാകമാർ എന്ന് വിളിക്കപ്പെടുന്ന നേഴ്സുമാരില്ലേ? ഇങ്ങനെ നമ്മുടെ പിന്നാമ്പുറങ്ങളിൽ ഭരണാധികാരികളും ഈ സമൂഹത്തിന്റെ നിയമങ്ങൾ സംരക്ഷണം ചെയ്യേണ്ടവരുമൊക്കെയായിട്ട് അനവധി സമൂഹ വൃന്ദം പിന്നാമ്പുറങ്ങളിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ അകത്ത് ഇത്രമാത്രം അനീതിയും അക്രമങ്ങളും ഉച്ചനീചത്വങ്ങളുമൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ പിന്നിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ പ്രിയമുള്ളവരെ. അതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യനെ മുച്ചോട് മുടിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യനെ അധാർമികതയിൽ നിന്ന് അധാർമികതയിലേക്കും ഇരുളിൽ നിന്ന് കൊടും ഇരുട്ടിലേക്കും തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന പാപം എന്നുള്ളത്. അതെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത, പ്രവർത്തിക്കുവാൻ ഇച്ഛിക്കാത്ത പ്രവർത്തികളെ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വസ്തുതയ്ക്ക് വിളിക്കുന്ന പേരാണ് പാപം എന്ന് പറയുന്നത്. ഞങ്ങളെ പോലുള്ള പ്രഭാഷകന്മാർ, ഞങ്ങളെ പോലുള്ള വ്യക്തികൾ പലപ്പോഴും ജയിലുകളൊക്കെ സന്ദർശിക്കുമ്പോൾ ഈ ജയിൽ സന്ദർശന വേളയിൽ ഞങ്ങളോട് അവിടെയുള്ള വ്യക്തികൾ പ്രതികളായിട്ട് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്: ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഒരു അസുലഭ മുഹൂർത്തത്തിന്റെ അകത്ത് ഒരു കൈപ്പിഴ വന്നുപോയി, മദ്യപിച്ച് മതോന്മത്തനായിപ്പോൾ മദ്യത്തിന്റെ ആസക്തി ഞങ്ങൾ സിരയ്ക്കകത്തേക്ക് ഒന്ന് കത്തിപ്പടർന്ന് കയറിയപ്പോൾ ഞങ്ങൾ അറിയാതെ സ്വന്തം ഭാര്യയുടെ കഴുത്തിന് കത്തിവെച്ചുപോയി, സ്വന്തം മകന്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിപ്പോയി, സ്വന്തം ഭാര്യയെ കൊന്നുകളഞ്ഞുപോയി, സ്വന്തം പിതാവിനെയും മാതാവിനെയും വകവരുത്തിപ്പോയി. ഇതൊന്നും ഞങ്ങൾ ഇച്ഛിച്ചുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ ഇച്ഛിക്കാതെയാണ് ഞങ്ങൾ ചെയ്തു പോയത്. ഇനി ഇതിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവർ നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്നതായ അവസ്ഥകൾ പലപ്പോഴും ഞങ്ങളുടെ സഹയാത്രികർ ഇപ്രകാരം വിസിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കാണുവാൻ കഴിഞ്ഞൊരു കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത്, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ അകത്താകട്ടെ, കുടുംബ ജീവിതത്തിന്റെ അകത്താകട്ടെ, നമ്മളെ മുച്ചോട് മുടിച്ചു കളയുന്ന, നമ്മെ പാപത്തിൽ നിന്ന് പാപത്തിലേക്കും അധാർമികതയിൽ നിന്നും അധാർമികതയിലേക്കും ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്കും തള്ളിക്കളയുന്ന ഒരു വസ്തുത തന്നെയാണ് പാപം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യം പ്രകാരമാണ്: എനിക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ പ്രവർത്തിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു വ്യക്തിയും ജനിക്കുന്നത് പാപിയായിട്ട് ജീവിക്കുവാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, ഒരു വ്യക്തിയും ജീവിക്കുന്നത് പാപിയായിട്ട് നടക്കുവാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, കൊലപാതകയായിട്ട് മാറുവാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, മദ്യപാനിയായിട്ട് മാറുവാൻ
വ്യാപരിക്കുന്ന പാപം ഒന്ന് തന്നെയാണ് മനുഷ്യനെ കൊടും കുറ്റവാളിയും ക്രിമിനലുകളും ഒക്കെ ഏറ്റി മാറ്റുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഈ പാപത്തിന്റെ പരിഹാരം വരാത്ത കാലത്തോളം സമൂഹത്തിന്റെ അകത്ത് ഒരു ധാർമ്മികനായിട്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പാപത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മികത പ്രവർത്തനങ്ങൾ കരുതി വരുത്തുന്നതിനെ കുറിച്ചുമൊക്കെ ഞങ്ങൾ സമൂഹത്തിന്റെ ഈ തെരുക്കോടുകളിൽ ഇറങ്ങി നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് മുഖത്തേക്ക് വിരൽ കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ബൈബിൾ പറയുന്ന ഈ പാപവും പാപമോചനവും യേശുക്രിസ്തുവും ഒക്കെ ഏതെങ്കിലും വ്യക്തിയുടെ കരവിരുതിനാൽ രേഖപ്പെടുത്തി ഏതെങ്കിലും ആശയങ്ങളും പ്രത്യാശാസ്ത്രങ്ങളും കളിക്കുടുക്ക പോലുള്ള ബാലരമ പോലുള്ള മംഗളങ്ങൾ പോലുള്ള വെറും കഥാപുസ്തകങ്ങളായിട്ട് വെറുതെ അവശേഷിക്കുന്ന ഒരു എഴുത്തുമതി മാത്രമല്ലേ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുവാൻ സാധ്യതയുണ്ട്. പ്രിയരെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മംഗളവും മാതൃഭൂമിയും മാനമംഗളവും മനോരമയും പോലെ വെറും ഒരു കഥാപുസ്തകമായിട്ട് അവശേഷിക്കുന്ന ഒരു പുസ്തകമല്ല വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഈ വിശുദ്ധ വേദപുസ്തകത്തിന് ചില ആധികാരികതകളുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകത്തിന് ചില നിസ്തുല്യതകളുണ്ട്. എന്താണ് ആ നിസ്തുല്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വേദപുസ്തകം എഴുതി തീർത്തത് ഒരു വ്യക്തിയെ കൊണ്ടല്ല. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിന്റെ അകത്തേക്ക് നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോൾ MD വാസുദേവൻ നായരും മാധവിക്കുട്ടിയും വൈക്കം മുഹമ്മദ് ബഷീറും കടമ്മനിട്ട് രാമകൃഷ്ണനും ഇങ്ങനെ എണ്ണമറ്റ എഴുത്തുകാരുള്ള ഒരു സമൂഹമാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ എഴുത്തുകളും അവരുടെ കൃതികളും ഒക്കെ ഒരു കാലഘട്ടത്തിൽ അവർ എഴുതി തീർക്കുകയും പിന്നീട് ഈ കാലത്തിന്റെ യവനികയിൽ അവർ മൺമറയപ്പെട്ടു പോവുകയും ചെയ്തപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം ഉണ്ടല്ലോ, ഈ വിശുദ്ധ വേദപുസ്തകം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കരവിരുദ്ധനാൽ കരം ചലിപ്പിച്ചപ്പോൾ തൂലികയ്ക്കകത്തും നടന്നു വീണ എന്തെങ്കിലും ഒരു കെട്ടുകഥയുടെ ഒരു നോവലിന്റെ ഒരു ശകലമല്ല, മറിച്ച് ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് എഴുത്തുകാരെ എന്ന് പരിശോധിക്കുമ്പോൾ 40-ൽ പരം എഴുത്തുകാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രാജതന്ത്രജ്ഞന്മാരും പ്രവാചകന്മാരും ആട്ടിടയന്മാരും മുക്കുവന്മാരും ചുങ്കക്കാരും തുടങ്ങി വിദ്യാസമ്പന്നരും വിദ്യാഹീനരുമായ 40-ൽ പരം എഴുത്തുകാർ. രാജകൊട്ടാരം, കൽത്തുറങ്ക്, കാരാഗ്രഹം, കപ്പൽ യാത്ര, പത്മോസ് എന്ന ദ്വീപ സമൂഹത്തിന്റെ ഏകാന്ത പ്രദേശങ്ങൾ, ഇങ്ങനെ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ 3 ഭൂഖണ്ഡങ്ങൾക്കകത്തിരുന്നു കൊണ്ട് 40-ൽ പരം എഴുത്തുകാർ 1600-ൽ പരം വർഷങ്ങളെടുത്ത് എഴുതി തീർത്തൊരു വിശുദ്ധ ഗ്രന്ഥമുണ്ടെങ്കിൽ ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരെത്ര? പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ ഉച്ചഭാഷണയിൽ കൂടി വിളിച്ചു പറയുന്ന വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉച്ചഭാഷണയിൽ കൂടെ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ നിസ്തുല്യതയെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വരച്ചു കാണിക്കുന്നത്. ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ എഴുത്തുകാരന്മാർ 40-ൽ പരം എഴുത്തുകാരന്മാർ വിവിധ ഭൂഖണ്ഡങ്ങൾക്കകത്തിരുന്നു കൊണ്ട് വിശുദ്ധ വേദപുസ്തകം എഴുതി തീർക്കുമ്പോൾ ആദിയോടന്തം ഈ വിശുദ്ധ വേദപുസ്തകം ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ എഴുത്തുകാരന്മാർ പരസ്പരം കണ്ട എഴുത്തുകാരന്മാരല്ല. ഈ എഴുത്തുകാരന്മാർ പരസ്പരം അറിയുന്ന എഴുത്തുകാരന്മാരല്ല. പക്ഷേ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന വിശുദ്ധ വേദപുസ്തകം ഒന്ന് പരിശോധിക്കുമ്പോൾ, ആദിയോടന്തം പരിശോധിക്കുമ്പോൾ വാക്കിനാകട്ടെ, ആശയങ്ങൾക്കാകട്ടെ, ആവിർഭാവങ്ങൾക്കാകട്ടെ യാതൊരു വിധത്തിലുള്ള അക്ഷര പെശകുകളോ ആശയത്തിന്റെ പെശകുകളോ ഇല്ലാതെ എഴുതി തീർത്തൊരു ആധികാരിക ഗ്രന്ഥം ഇഹത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ആ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ആ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: മനുഷ്യൻ പാപിയാണ്. അപ്പോൾ ചോദിക്കും, എങ്ങനെ മനുഷ്യൻ പാപിയാണെന്ന് സ്ഥാപിക്കുവാൻ കഴിയും? ഏദൻ പൂങ്കാവനത്തിന്റെ അകത്ത് ദൈവവുമായുള്ള ബന്ധത്തിന്റെ അകത്തുനിന്ന് പാപം ചെയ്ത് ദൈവവുമായുള്ള ബന്ധം വിട്ടുമാറിയ മനുഷ്യൻ ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്കകത്ത് നിന്ന് ആ കൂട്ടായ്മ വിട്ട് പുറത്തു വന്ന മനുഷ്യൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് 1-ാം പുസ്തകം രേഖപ്പെടുത്തി മനുഷ്യൻ പാപിയാണ്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകമല്ലേ മനുഷ്യൻ പാപിയാണ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം മാത്രമല്ല സകല മതഗ്രന്ഥങ്ങളും ഒരുപോലെ പറയുന്നൊരു കാര്യം: മനുഷ്യൻ അവൻ പാപിയാണ്. ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങൾക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യപ്രകാരമാണ്: അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ. അസത്യത്തിൽ നിന്ന് തന്നെ സത്യത്തിലേക്കും, ഇരുളിൽ നിന്ന് തന്നെ വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്ന് തന്നെ നിത്യജീവങ്കനിലേക്കും ആർ നയിക്കുമെന്നൊരു ചോദ്യം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്തിനേറെ പറയുന്ന ഇസ്ലാമിക സഹോദരങ്ങളോട് ചോദിച്ചാൽ
അവർ പറയും, ഖുറാന്റെ അകത്ത് സൂറ 47 ആയത്ത് 19 അകത്ത് അവിടെയും രേഖപ്പെടുത്തിയിരിക്കും നീതിന്റെ പാപത്തിന്റെ പരിഹാരം തേടുക എന്ന്. അപ്പോൾ സകല ഗ്രന്ഥങ്ങളും ഒരുപോലെ അടിവരയിട്ട് അച്ചട്ടായിട്ട് അവതരിപ്പിച്ച ഒരേ ഒരു കാര്യപ്രകാരമാണ് മനുഷ്യൻ പാപിയാണ്. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരാതെ അവന്റെ ജീവിതത്തിന്റെ അകത്ത് അവൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരത്തില്ല. അവന്റെ നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചെടുക്കുവാൻ കഴിയത്തില്ല എന്ന് സകല ഗ്രന്ഥങ്ങളും ഒരുപോലെ രേഖപ്പെടുത്തുന്നു. കവിവരന്മാർ ഇപ്രകാരം രേഖപ്പെടുത്തി, പാപമില്ല നരനിങ്ങ പൂതല് ശിശുവിനുമുണ്ടല്ലോ കോപശീലം. സകല മനുഷ്യരും ഭൂമിയിൽ പിറന്നത്, സകല മനുഷ്യരും ഭൂമിയിൽ ഉടലെടുത്തപ്പോൾ അവന്റെ ജീവിതത്തിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് പ്രിയമുള്ളവരെ ഈ പാപം എന്ന് പറയുന്നത്. അങ്ങനെ പാപം ചെയ്ത് ദൈവവുമായുള്ള ബന്ധം വിട്ട് മാറിയ മനുഷ്യൻ കാലാകാലങ്ങളിലായി നൂറ്റാണ്ടുകളായിട്ട് ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ, ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് എനിക്ക് എപ്പോൾ കടന്നു വരാൻ കഴിയും? ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ എന്റെ ഈ പാപത്തിന്റെ പരിഹാരം ഞാൻ എവിടെ വരുത്തുമെന്ന് ചോദിച്ചുകൊണ്ട് കർമ്മങ്ങളും യാഗങ്ങളും ബലികളും ഒക്കെ മനുഷ്യൻ നടത്തുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ അനേകമായില്ലേ പ്രിയമുള്ളവരെ? നരബലിയും മൃഗബലിയും ഒക്കെ നടത്തി, രക്തച്ചൊരിച്ചിലുകളൊക്കെ നടത്തിയിട്ട് വർഷം തോറും പുണ്യതീർത്ഥാടന സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടും മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് അവശേഷിക്കുന്ന ഒറ്റ ചോദ്യമേയുള്ളൂ, എന്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞുവോ? എന്റെ പാപത്തിന് യഥാർത്ഥമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞുവോ എന്നുള്ള ചോദ്യം ഇന്നും മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത്, ഹൃദയത്തിന്റെ അകത്ത് ഇപ്പോഴും ഇങ്ങനെ അലതള്ളിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി പ്രഭാവത്തെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സകല മതങ്ങളും സകല മാർഗങ്ങളും ഒരുപോലെ മനുഷ്യൻ പാപിയാണ്, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രക്തച്ചൊരിച്ചിലുകൾ നടത്തണമെന്ന് പറയുമ്പോൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപവിമോചനമില്ല എന്ന് സകല ഗ്രന്ഥങ്ങളും ഒരുപോലെ അടിവരയിട്ട് അച്ചട്ടായി പറയുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് അവിടെ പരിശോധിക്കുമ്പോഴും കാണുന്ന ഒരു കാര്യം പ്രകാരമാണ്, മനുഷ്യൻ പാപിയാണ്, പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി രക്തം ചൊരിഞ്ഞേ മതിയാകത്തുള്ളൂ. പക്ഷേ അത് അന്യന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ടോ അന്യന്റെ പള്ളയ്ക്ക് കത്തികുറ്റി കയറ്റിയിട്ടോ നരബലി നടത്തിയിട്ടും മൃഗബലി നടത്തിയിട്ടുമല്ല, മരിച്ച് ഒരുവന്റെ യാഗം സകല പാപത്തിനും പരിഹാരത്തിന് കാരണമായി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ പേരത്രേ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി, ദൈവവുമായുള്ള കൂട്ടായ്മ മനുഷ്യന് നൽകിത്തരുവാൻ വേണ്ടി, സമാധാനം ജീവിതത്തിന്റെ അകത്ത് മനുഷ്യന് നൽകിത്തരുവാൻ വേണ്ടി ഇന്നേക്ക് 2025 വർഷങ്ങൾക്കപ്പുറമായിട്ട് ഒരുവൻ ഭൂമിയിലേക്ക് പിറവിയെടുത്തു. പർവ്വതങ്ങളും ചുണ്ണാമ്പുകല്ലുകളും നിറയപ്പെട്ട പാലസ്തീനിന്റെ പച്ചമണ്ണിൽ ഒരുവൻ പിറവിയെടുത്തു. അവന്റെ പേരത്രേ ഞങ്ങൾ ഈ ഉച്ചഭാഷയിൽ കൂടി വിളിച്ചു പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവെന്ന്. ആ യേശു ക്രിസ്തുവിന്റെ സന്ദേശം മാത്രമാണ്, ആ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമാണ്, ആ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സമാധാനം കൈവരിക്കുവാൻ കഴിയത്തുള്ളൂ. ആ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പാപമോചനം കൈവരിക്കുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗാദി സ്വർഗങ്ങളെ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തി പ്രഭാവമുണ്ടെങ്കിൽ അവന്റെ പേരത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രേത്തുകാരനായ യേശു ക്രിസ്തുവെന്ന്. പലരും പാപത്തെ നീക്കുവാൻ വേണ്ടി പാപിയെ നിഗ്രഹിച്ചു പോയെന്ന് പലപ്പോഴും വായിച്ചും കേട്ടുപറഞ്ഞപ്പോഴും പാപിയെ നിഗ്രഹിക്കുവാനല്ലാതെ പാപിയെ സ്നേഹിച്ചിട്ട് പാപത്തെ വെറുത്ത് ഭൂമുഖത്തേക്ക് അവതരിച്ചു വന്ന ഒരു വ്യക്തിപ്രഭാവമുണ്ട്. ആ വ്യക്തിപ്രഭാവത്തിന്റെ പേരത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവെന്ന്. യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞൊരു കാര്യപ്രകാരമാണ്, ഞാൻ ഭൂമിയിൽ കടന്നു വന്നത് പാപികളെ നിഗ്രഹിക്കുവാൻ വേണ്ടിയല്ല, പാപികളെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്. പാപികളെ നിഗ്രഹിക്കുവാൻ വേണ്ടി പലരും വന്നുവെന്ന് പലരും പറഞ്ഞപ്പോൾ പാപിയെ സ്നേഹിക്കുവാൻ വേണ്ടി ഭൂപരപ്പിൽ ഇറങ്ങി വന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവമുണ്ടെങ്കിൽ ആ വ്യക്തിപ്രഭാവത്തിന്റെ പേരാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവെന്ന്. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും പാപവിമോചനമുള്ളൂ. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ഏതൊരു വ്യക്തിക്കും സമാധാനം കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ ഞങ്ങളെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പിടി കയറുമെടുത്തിട്ട് ഉത്തരത്തിൽ തൂങ്ങുവാൻ റെഡിയായിക്കൊണ്ടായിരിക്കാം നിൽക്കുന്നത്.
അല്ലെങ്കിൽ ഒരു കുപ്പി വിഷത്തിന്റെ അകത്ത് ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങിയായിരിക്കാം താങ്കൾ നിൽക്കുന്നത്. സമാധാനമില്ലാതെ ഭർത്താവിന്റെയും മക്കളുടെയും അവസാനിക്കാത്ത മദ്യപാനം കാരണം, അവസാനിക്കാത്ത ലഹരിയുടെ ഉപയോഗം കാരണം, നശിച്ചുപോയ സമാധാനം കാരണം, ഒരു പിടി കയറിന്റെ അകത്ത് ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടായിരിക്കാം ഞങ്ങളുടെ ഈ ശബ്ദം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിതം അവസാനിപ്പിക്കുന്ന ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നഷ്ടപ്പെട്ട സമാധാനത്തെ മടക്കി തരുവാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നഷ്ടപ്പെട്ട കുടുംബജീവിതത്തെ മടക്കി തരുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി പ്രഭാവമുണ്ട്. ആ വ്യക്തിയുടെ പേരാ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവെന്ന്. പ്രിയരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുമ്പോൾ ആ വാക്ക് ഒന്നുകൂടി ഞങ്ങൾ ആവർത്തിച്ചുരുവിടുകയാണ്. പ്രിയമുള്ളവരെ, നശിച്ചുപോയ സമാധാനത്തെ തിരികെ തരുവാൻ, നശിച്ചുപോയ കുടുംബജീവിതത്തെ തിരികെ തരുവാൻ, നശിച്ചുപോയ ജീവിതത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തിരികെ തരുവാൻ കഴിയുന്ന ഒരു മാർഗമുണ്ട്. അത് ശ്രീ യേശുക്രിസ്തുവിന്റെ മാർഗമെന്ന് മാത്രമാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ അകത്ത് പരിവർത്തനം വന്നത് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകം ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്തെ ഒരു ഗ്രന്ഥമുണ്ട്, ഒരു പുസ്തകമുണ്ട്. അപ്പോസ്തല പ്രവർത്തികളാണ് എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ അകത്ത് ഒരു വ്യക്തിയെ നിങ്ങളുമായി പരിചയപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമക്കുത്തിടുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെന്നറിയപ്പെടുന്ന രണ്ട് വ്യക്തികൾ, അവരുടെ പേരിങ്ങനെയാണ്, പൗലോസ്, ശീലാസ് എന്ന്. ഇവരെ കാരാഗ്രഹത്തിന്റെ അകത്ത് റോമൻ പടയാളികൾ തടവിലാക്കി. രാത്രിയിൽ ഇവർ ഈ യേശുക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ അവരുടെ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞുമാറി. കാരാഗ്രഹത്തിന്റെ പ്രമാണിയായവൻ, കാരാഗ്രഹത്തെ കാവൽ ചെയ്യേണ്ടവൻ, ഇവൻ കാരാഗ്രഹത്തിന്റെ അകത്ത് നോക്കുമ്പോൾ ചങ്ങലയറിയപ്പെട്ട പ്രതികളെയാണ് ഇവൻ കാണുന്നത്. ഇവന്റെ കഴുത്തിൽ റോമൻ ഗവൺമെന്റ് തൂക്കുകീറിടേണ്ട സാഹചര്യം കടന്നു വരുമ്പോൾ ഇവൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അകത്തേക്ക് വന്നിട്ട് യേശുവിനെ അനുഗമിക്കുന്ന ഈ അപ്പോസ്തലന്മാരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലയോ യജമാനന്മാരെ, ഞാനും നിങ്ങളെ പോലെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന ഒറ്റ ചോദ്യം ഉന്നയിക്കുമ്പോൾ യേശുവിന്റെ അനുയായികളായിരുന്നവർ പറയുന്ന ഒരു വാക്യപ്രകാരമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നോക്കണം, തന്നെ ഏൽപ്പിച്ചിരുന്ന പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഒരു വാളുമെടുത്തുകൊണ്ട് മരണത്തിനൊരുങ്ങിയ, ആത്മഹത്യക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. പക്ഷേ യേശുവിന്റെ രക്ഷയെ താൻ തിരിച്ചറിയുമ്പോൾ ആ ഭാഗങ്ങൾക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഇപ്രകാരമാണ്, അവന്റെ വീട് ഒന്നടങ്കം ആനന്ദിച്ചു എന്ന്. യേശു ക്രിസ്തുവിന്റെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ അകത്ത് സമാധാനം കടന്നുവെന്നുവെന്ന് ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുമ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ അരക്കെട്ടിട്ടുറപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നശിച്ചുപോയ സമാധാനത്തെ തിരിച്ചെടുക്കുവാൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തി ജീവിതത്തെയും നല്ല ജീവിതത്തിന്റെ അകത്തേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവനെ സമൂഹത്തിന്റെ അകത്ത് മാന്യനാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിന്റെ പേരത്രേ ഞങ്ങൾ ഈ തെരിക്കോണുകളിൽ ഉയർത്തിക്കാണിക്കുന്ന ഈ സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ പറഞ്ഞത്, യേശുക്രിസ്തുവിൽ കൂടിയേ താങ്കൾക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിൽ കൂടിയേ താങ്കൾക്ക് പാപവിമോചനം കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ താങ്കൾ ചോദിച്ചേക്കാം, യേശുക്രിസ്തുവിൽ കൂടി എങ്ങനെ ഞങ്ങൾക്ക് പാപമോചനം കരയറ്റുവാൻ കഴിയും? ഞങ്ങൾ വിശ്വസിക്കുന്നു, കർമ്മങ്ങളും ബലികളും യാഗങ്ങളും പുണ്യ തീർത്ഥാടനങ്ങളുമൊക്കെ ഞങ്ങൾക്ക് പാപത്തിന്റെ പരിഹാരം വരുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഒരുപറ്റം ജനസമൂഹം ഞങ്ങളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ ഞങ്ങൾ ആധികാരികതയോടെ വിളിച്ചു പറയാം, ഒരുവന്റെ കാൽവരിയുടെ ഗിരിമുകളിലെ മരണം, ഒരുവന്റെ കാൽവരിയുടെ ഗിരിമുകളിലെ യാഗം, അത് സകല മാനവ രാശിയുടെയും പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഉൾത്തിരിയുന്ന ആശങ്ക എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാം. എങ്ങനെ ഒരുവന്റെ മരണം സകല പാപത്തിന്റെയും പരിഹാരത്തിന് കാരണമായി?
ഞാൻ ചെയ്യുന്ന പാപത്തിനു വേണ്ടി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ യാഗം കഴിക്കണ്ടേ, ഞാൻ കർമ്മം ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ഉദാഹരണത്തിലൂടേത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ അകത്ത് രണ്ട് വ്യക്തികൾ, രണ്ട് സഹോദരന്മാർ ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ചുണ്ടു, ഒരുമിച്ചുറങ്ങി. ഒരുവൻ വളർന്നു വലുതായി, അവൻ നല്ലൊരു കോളേജിൽ പഠിച്ച് LLB എടുത്ത് നല്ലൊരു കോടതിയിൽ അവൻ ജഡ്ജിയായിട്ടിരിക്കുകയാണ്. മറ്റൊരു സഹോദരൻ, അവൻ സമൂഹത്തിന്റെ അകത്ത് അധാർമികനായി വളർന്ന് അവൻ സമൂഹത്തിൽ തിന്മ ചെയ്ത് കൊലപാതകയായിട്ട് അവനിങ്ങനെ വളർന്നു വന്ന് അവസാനം ഈ കോടതിക്കകത്ത് തന്റെ സഹോദരനായ ജഡ്ജിയുടെ അടുക്കൽ തന്റെ സഹോദരനെ കൊണ്ട് കുറ്റം വിധിക്കുവാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നീതിമാനായ ആ ജഡ്ജി താൻ ന്യായത്തോടുകൂടി ശിക്ഷാവിധി കൽപ്പിച്ചു. ഇവൻ കൊലപാതകയാണ്, ഇവൻ ദുരാഭിമാന കൊല ചെയ്തവനാണ്, ഇവൻ ശിക്ഷാവിധിക്ക് അർഹനാണ്, ഇവൻ തൂക്കുകയറിന് അർഹനാണ്. ഇവനെ തൂക്കിലേറ്റുവാൻ വേണ്ടി വിധിച്ച് കാരാഗ്രഹത്തിന്റെ അകത്തേക്ക് ജഡ്ജി വിധി കൽപ്പിച്ച് തള്ളപ്പെട്ടു. തന്റെ തൂക്കുകയറിനുള്ള ദിവസങ്ങൾ എടുത്തു വന്നു. ജഡ്ജിയായ തന്റെ സഹോദരൻ തന്റെ പ്രതിയായ സഹോദരനെ കാണുവാൻ വേണ്ടി ജയിലറയ്ക്കുള്ളിലേക്ക് കടന്നു ചെന്ന് തന്റെ അടുക്കൽ ചെന്നിട്ട് നിന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ വസ്ത്രമൂരി എനിക്ക് നിങ്ങൾ തരണം, എന്റെ ജഡ്ജിയുടെ വസ്ത്രം നീ ഒന്ന് ധരിക്കണം. അങ്ങനെ ഇരുവരും വസ്ത്രങ്ങൾ കൈമാറ്റം ചെയ്തു. അരും കൊലപാതകിയും നിഷ്ഠൂരനും നികൃഷ്ട ജീവി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അപ്രതിക്ക് പകരമായിട്ട് നീതിമാനായ ആ ന്യായാധിപതി തൂക്കിലേക്കപ്പെടുവാൻ വേണ്ടി ആരാച്ചാരുടെ മുമ്പിലേക്ക് കടന്നു പോകുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്റെ കഴുത്തിലൂടെ തൂക്കുകയർ വീണു. ആ ന്യായാധിപതിയായവനെ, നീതിമാനായവനെ, ആ നീതിയോടെ ന്യായം വിധിച്ചവനെ ആ ആരാച്ചാർ തൂക്കിലേറ്റി. പുറത്തിറങ്ങിയ പ്രതിയായവൻ ആ ന്യായാധിപതിയുടെ ജഡ്ജിയുടെ വസ്ത്രവും ധരിച്ചുകൊണ്ട് ഇവൻ പുറത്തു നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി പാപമില്ലാത്തവൻ ഒരുത്തൻ അകത്ത് തൂക്കിലേക്കപ്പെട്ടു. അവന് പകരമായിട്ട് അവനെ കൊന്നുവെങ്കിൽ അതുപോലെ എന്നെയും തൂക്കിലേറ്റണമേ എന്ന് പുറത്തു നിന്നിട്ട് ഇവൻ വിളിച്ചു പറഞ്ഞപ്പോൾ അകത്തുള്ള ആ ഭരണാധികാരികൾ പുറത്തു വന്ന് പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ്, നിനക്ക് വേണ്ടി ഒരുവൻ അകത്ത് മരണപ്പെട്ട് കഴിഞ്ഞോ, നീ ഇനി ശിക്ഷയിൽ നിന്ന് വിമുക്തനാണ്, നിനക്ക് പോകാമെന്ന് പറഞ്ഞ് അവനെ പുറത്തയക്കുമ്പോൾ ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ കാൽവരിയുടെ ഗിരിമുകളിൽ കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തു തന്നത്. പാപിയായ എനിക്ക് വേണ്ടി, പാപിയായ ലോകത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയുടെ ഗിരിമുകളിൽ പകരക്കാരനായി മൂന്നാണിമേൽ ക്രൂശിന്മേൽ തകരപ്പെടുകയായിരുന്നു, ക്രൂശിന്മേൽ മരിക്കുകയായിരുന്നു, യാഗമായി മാറുകയായിരുന്നു. ആ ക്രൂശ് മരണം കൊണ്ട് യേശു കർത്താവ് വിളിച്ചു പറയുന്ന കാര്യം പ്രകാരമാണ്, നിനക്ക് പകരക്കാരനായിട്ട് ഞാൻ കാൽവരിയുടെ ഗിരിമുകളിൽ മരിച്ചടക്കപ്പെട്ടു, നീ പാപത്തിൽ നിന്നും മോചനമുള്ളവനാണ്, ഞാൻ എന്നിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് പാപമോചനമുണ്ട് എന്ന് പറഞ്ഞ് കാൽവരിയുടെ ഗിരിമുകളിൽ എനിക്ക് വേണ്ടി എന്റെ കർത്താവായ യേശു ക്രിസ്തു യാഗമായി തീർന്നു. ആ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്താൽ സകല ലോകത്തിനും പാപത്തിന്റെ വിമോചനമുണ്ട്. കാൽവരിയുടെ ഗിരിമുകളിൽ ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന്റെ മുമ്പിൽ, ചരിത്രത്തിന്റെ മുമ്പിൽ തന്നെ തന്നെ സാക്ഷ്യം വഹിപ്പിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞ കാര്യം പ്രകാരമാണ്, മറ്റൊരു തല്ലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ എന്ന് വിളിച്ചോതിയ ഒരേ ഒരു കർത്താവിൽ ഇന്ന് പകലിൽ താങ്കളും വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, താങ്കൾക്കും പാപവിമോചനമുണ്ട്, താങ്കൾക്കും കുടുംബത്തിന്റെ അകത്ത് സമാധാനമുണ്ട്. നഷ്ടപ്പെട്ട സ്വസ്ഥതകളെ മടക്കി തരുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന സർവശക്തനായ കർത്താവ് അവൻ ശക്തനാണ് എന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രിയ പ്രബുദ്ധ പ്രദേശവാസികൾക്കുമുള്ള സ്നേഹത്തെയും നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രമിച്ച ദേശനിവാസികൾക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാരങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ഉത്തമ മാർഗം കർത്താവായ യേശു ക്രിസ്തുവിലാകിയാൽ ഈ കേട്ട സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ തന്നെ സ്വയം ശോധന ചെയ്ത്
മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായ സമാധാനം ഈ ലോകത്ത് കണ്ടെത്തുവാനും മാത്രമല്ല മരണാനന്തരമുള്ള നിത്യരക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാകിയാൽ ക്രിസ്തുവേശുവിലൂടെയുള്ള നിത്യരക്ഷ പ്രാപിപ്പാൻ ഈ സുവിശേഷ സന്ദേശം ഈ ദേശത്തിന് ഉതകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിനായി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകാനായി താല്പര്യപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനം സന്തോഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചുവല്ലോ. ഈ ദേശത്തിനത് അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കൊരുമിച്ച് ഈ ദേശത്ത് കടന്നു വരുവാൻ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തെ ഘോഷിപ്പാൻ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിന്റെ വിവിധ ഭാരങ്ങളിലായിരിക്കുന്ന ജനത്തോട് കർത്താവ് മനസ്സലിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകളെ കർത്താവ് മാറ്റണമേ. അവരുടെ ആവശ്യങ്ങളുടെ മേൽ ഇറങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലൂടെയുള്ള സമാധാനം ഓരോ ദിവസവും പ്രാപിപ്പാനും നിത്യരക്ഷ പ്രാപിപ്പാനും സ്വർഗം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.